ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എനിക്കും കുടുംബത്തിന് സുഖമാണ്. ഇന്ന് എൻ്റെ ഗാർഡനിൽ വിരിഞ്ഞ പൂക്കളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് കണ്ട, ഇത് ബുഷിയായിട്ടുള്ള ഒരു ചെടിയാണ്. അതിൽ ചെറിയ ചെറിയ വയലറ്റ് പൂക്കളുണ്ട്. ഇത് ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. മുല്ലപ്പൂ പോലെ വിരിഞ്ഞ് നമുക്ക് ഒത്തിരി നല്ല കാഴ്ച തരുന്ന ഒരു ചെടിയാണ് ഇത്. നമ്മൾ ഓഫ്കോഴ്സ് ചെമ്പരത്തിയിൽപ്പെട്ട ഒരു ചെമ്പരത്തിയാണ്. വിരിഞ്ഞില്ല, പക്ഷേ നല്ല തടിയൻ മുട്ടൊക്കെ ഉണ്ട്. ഇതും വിരിഞ്ഞിട്ടില്ല. ഒരു വൈറ്റ് പൂവാണ്ടത്. ഇത് കാണാൻ നല്ല ഭംഗിയാണ്. ഇതിൻ്റെ പൂവും കാണാൻ ഭംഗിയാണ്. ആ പൂവിന് ഭംഗി നൽകുന്ന രീതിയിലാണ് അതിൻ്റെ ഇലകളും. ഇത് നമ്മൾ ഓഫ്കോഴ്സ് തെച്ചിപ്പൂവിൻ്റെ ഒരു വെറൈറ്റിയാണ്. 2-3 വെറൈറ്റി ഉണ്ട് കേട്ടോ. ഓണമൊക്കെ അല്ലേ വരുന്നത്, അപ്പോൾ ഒരു പൂക്കളുടെ വീഡിയോ ആവാമെന്ന് വിചാരിച്ചു. ഇതെൻ്റെ വൈറ്റ് റോസാണ്. നിറയെ പൂക്കൾ തരുന്ന ഒരു വൈറ്റ് റോസ് പൂവാണ് കേട്ടോ. ഇതെൻ്റെ പിങ്ക് മറ്റൊരു ഇനത്തിൽ പെടുന്ന തെച്ചിയാണ്. ഇതിൻ്റെ ഒരു 3-4 ഷെയ്ഡുണ്ട്. പക്ഷേ ഇന്ന് വിരിഞ്ഞ പൂ കാണിക്കാൻ ഇതേ ഉള്ളൂ. പൂമ്പാറ്റകളൊക്കെ നിത്യ സന്ദർശകരാണ് കേട്ടോ. അടുത്തത് യെല്ലോ സുന്ദരിയാവാം. കാണാൻ നല്ല ഭംഗിയില്ലേ? നിറയെ പൂ തരുന്ന ചെടിയാണ് കേട്ടോ. ഒരുപാട് കട്ട് ചെയ്ത് കളഞ്ഞാലും വീണ്ടും നമ്മളെ സന്തോഷിപ്പിക്കാൻ വരുന്ന ഒരു ചെടിയാണിത്. ഇത് കണ്ടോ, നല്ല ഭംഗിയുള്ള മറ്റൊരു വെറൈറ്റിയാണിത്. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ. ഇതും ചെറിയൊരു സുന്ദരിയാണെങ്കിലും കാണാൻ വളരെയധികം ഭംഗിയുള്ള പൂവാണ് കേട്ടോ. എനിക്കിഷ്ടപ്പെട്ട ഒരു പൂവാണിത്. ഇത് മഴ കാരണം കുറേ നശിച്ചു പോയി. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു ചെടിയാണല്ലോ. പേരറിയുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അടുത്തത് നമ്മൾ വൈറ്റ് ജമന്തി. ഇത് നിറയെ പൂവുണ്ടായിരുന്നു, കുറേ പോയതാണ്, വീണ്ടും പൂവായിട്ട് വന്നു. ഇതെൻ്റെ യെല്ലോ സുന്ദരി. എനിക്കിഷ്ടപ്പെട്ട ഒരു ചെടികളിൽപ്പെട്ട ചെടിയാണ്. പിന്നെ ഇതെൻ്റെ മഞ്ഞ റോസാണ് കേട്ടോ. മഞ്ഞാണിത്, യെല്ലോ റോസാണ്. പക്ഷെ അതിലൊരു മുട്ടയുള്ളൂ. എന്നാലും ഞാൻ അവളെ ഒഴിവാക്കിയില്ല. ഇത് ഓഫ്കോഴ്സ് നിങ്ങൾക്ക് അറിയാമല്ലോ ഈ പൂവ് ഏതാണെന്നുള്ളത്. പൂ അറിയുന്നവരൊന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണല്ലോ. ഇതെൻ്റെ ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ ഒരു വൈറ്റ് ഷെയ്ഡുണ്ട്, യെല്ലോ ഷെയ്ഡുണ്ട്, വയലറ്റ് ഷെയ്ഡുണ്ട്, ഒരു 5 വെറൈറ്റി ഉണ്ട്. പക്ഷേ പൂ തന്നവരാരും അവർ മാത്രമാണ്. ഇന്ന് ഇതെൻ്റെ പിങ്ക് റോസാണ്. അതിൻ്റെ കളറൊക്കെ പോയതാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത സുന്ദരിയാണ് ഇത്. ഇതിൻ്റെ പേര് അറിയുന്നവർ, യൂഫോർബിയ, നിങ്ങൾക്കൊക്കെ അറിയുന്ന എനിക്കറിയാം. ഇതിൻ്റെ ഒരു 3-4 ഷെയ്ഡുണ്ട്. പക്ഷേ പൂക്കളുള്ള ഇത് മാത്രം ഞാൻ എടുത്തിട്ടുള്ളൂ. ഇത് എൻ്റെ ആന്തോറിയം. ഈ ഒരൊറ്റ കളക്ഷന് എൻ്റെ കയ്യിലുള്ളൂ കേട്ടോ. ഇതിൽ പല വെറൈറ്റികളുണ്ട്. പക്ഷെ എനിക്ക് ആ ഒരു കളക്ഷൻ മാത്രമേ ഉള്ളൂ. യൂഫോർബിയുടെ മറ്റൊരു കളക്ഷനാണിത്. ഇത് തെച്ചിയുടെ മറ്റൊരു വെർഷനാണ് കേട്ടോ. മറ്റൊരു ഇതാണ്, ഒരു കുഞ്ഞു ആയിട്ട് ഉള്ളത്. ഇത് നമ്മൾ കോഴിപ്പൂവ് കേട്ടോ. എല്ലാം ഉണ്ട് കുറച്ച്. അടുത്ത തെച്ചിയുടെ ഒരു കളക്ഷനാണ് ഇത്. അതിൻ്റെ ചെറിയൊരു വെർഷൻ. ഇനി ഇതിൻ്റെ വലുതൊന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ പേര് നിങ്ങൾക്കറിയാം, മഞ്ഞ പൂവിൻ്റെ പേര് നിങ്ങൾക്കറിയാം. തെച്ചിയുടെ മറ്റൊരു വെറൈറ്റിയാണ് ഇത്. ഇതിൽ കളറിലൊക്കെ വ്യത്യാസമുണ്ട്. ഇത് കുറച്ചും കൂടെ നല്ല ചുമന്ന കളറാണ്. ഇത് അടുത്ത സുന്ദരി. നാടൻ പൂക്കളും എൻ്റെ ചെടിയിൽ ഒത്തിരിയുണ്ട്. ഇത് അടുത്ത സുന്ദരി വരുന്നുണ്ട്. എനിക്കിന്ന് ഏറ്റവും ഭംഗി തോന്നിയ ഒരാളാണ് ഇവള്. ഇവയൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. രാവിലെ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ. നിങ്ങൾക്കൊക്കെ ഗാർഡൻ ഇഷ്ടമായിട്ടുണ്ട് എങ്കിൽ ഇത് പൂ തരുന്നത് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഒത്തിരി ഉണ്ട്, അതിൽ പൂ തരുന്നത് മാത്രമേ ഇന്ന് എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇത് നമ്മുടെ റോസ്. ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മളെ വലിയ തെച്ചി കേട്ടോ. ഇത് ആദ്യമായിട്ട് വിരിഞ്ഞ പൂവാണ് ഈ ചെടിയിൽ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അത് കേട്ടോ. ഈ പൂവിൻ്റെ പേര് എനിക്കറിയില്ല. അറിയില്ലെങ്കിലും ഇതെനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഇത് നമ്മളെ സ്മോളിലോ ജമന്തി എന്നാണ് ഞാൻ അതിനെ പറയുന്നത്. നിങ്ങൾക്കറിയില്ലേ? ഈ നാടൻ പൂക്കളും എൻ്റെ ചെടിയിൽ വിരുന്നുകാരാണ്. എൻ്റെ കളക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക് തന്ന് കമൻറ്റ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു.